കോൺഗ്രസ് നേതാക്കളായ ഗാന്ധി കുടുംബാംഗങ്ങൾക്ക് വലിയ കഷ്ടകാലമാണ്. അവർ പിടിച്ചിരിക്കുന്ന പുലിവാൽ ചെറുതല്ല. അമ്മയ്ക്കും മകനും എതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഡൽഹി റൗസ് അവന്യൂ കോടതിയിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നും പണം അടിച്ചുമാറ്റിയെന്നും ഒക്കെയുള്ള കുറ്റങ്ങൾ ചുമത്തി PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആൻ്റോണിയോ മൈനോ എന്ന സോണിയയ്ക്കും മകൻ റൗൾ വിൻസി എന്ന രാഹുലിനും കഷ്ടകാലം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. നമ്മുടെ മോദി സർക്കാർ അധികാരമേറ്റതു മുതൽ അവരെ വേട്ടയാടുകയാണ് എന്ന ആക്ഷേപമാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അവർക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു. എന്തായാലും ആൻ്റോണിയോ മൈനോ അഥവാ സോണിയ, മകൻ റൗൾ വിൻസി എന്ന രാഹുൽ, ഈ രണ്ടുപേരും വലിയ തോതിൽ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള തീർച്ചയാണ്. ഇനി എത്ര കാലം ഈ കേസ് മുന്നോട്ട് പോകും എന്ന് നമുക്കറിയില്ല. കീഴ്ക്കോടതിയിൽ തുടങ്ങി സുപ്രീം കോടതി വരെ വാദങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും 2014 നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത ഒരു ഹർജിയിന്മേലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരംഭിച്ച നിയമ പോരാട്ടമാണ് 11 വർഷങ്ങൾക്ക് ശേഷം ഇവർക്കെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിക്കാൻ കാരണമായത്. നാഷണൽ ഹെറാൾഡ് എന്നൊരു പത്രം നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, നടത്തിയിരുന്നു. അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്, അതിന് രൂപം നൽകിയത്. അന്ന് അതിൻ്റെ ഷെയറുകൾ ഏതാണ്ട് 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ അതിനുണ്ടെന്നാണ് കണക്ക്. അതിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനായിട്ട് യങ് ഇന്ത്യ എന്നൊരു കമ്പനി സോണിയയും മകനും ചേർന്ന് രൂപീകരിച്ചത്രേ. അങ്ങനെ ഈ 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ വെറും 50 ലക്ഷം രൂപയ്ക്ക് ഈ യങ് ഇന്ത്യ ഏറ്റെടുക്കുകയായിരുന്നു. ഈ നാഷണൽ ഹെറാൾഡ് പത്രം വലിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ മറ്റ് ചിലവുകളും ഒക്കെയായിട്ട് വലിയ സാമ്പത്തിക പ്രയാസം അത് അനുഭവിച്ചിരുന്നു. ആ അവസരത്തിലാണ് സോണിയയും മകനും ചേർന്ന് യങ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയെ കൊണ്ട് ഈ പത്രം ഏറ്റെടുപ്പിച്ചത്, ഈ നാഷണൽ ഹെറാൾഡിനെ ഏറ്റെടുപ്പിച്ചത്. അങ്ങനെ ഏറ്റെടുപ്പിച്ചപ്പോൾ വലിയ തോതിൽ ഇവർക്ക് നാഷണൽ ഹെറാൾഡിന് ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളും ഭൂമിയും ഉണ്ടായിരുന്നു. അതെല്ലാം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ്. അതാണ് ഈ യങ് ഇന്ത്യ നിസ്സാരമായ ഒരു വിലയിട്ട് ഏറ്റെടുത്തത്. ആ യങ് ഇന്ത്യ ഏറ്റെടുത്തതിനകത്ത് വലിയ ക്രമക്കേടുണ്ടെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും ആരോപിച്ചാണ് സ്വാമി കേസ് കൊടുത്തത്. സ്വാമിയുടെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയുന്നതാണ്. ഉടുമ്പ് പിടിക്കുന്നത് പോലെയാണ്. സ്വാമി പിടിച്ചാൽ പിന്നെ പോക്കാണ്. സ്വാമി പിടിച്ചതും കൊണ്ട് മലക്കും. അതാണ് സ്വാമിയുടെ പ്രകൃതം. ആര് പറഞ്ഞാലും കേൾക്കില്ല. BJPക്കാർക്ക് വലിയ താല്പര്യമുണ്ട് സോണിയെ അകത്താക്കാൻ, ജയിലിലിടാൻ വലിയ താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനൊരു കേസ് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാതിരിക്കാൻ അവർ തയ്യാറാകില്ല. അവർ അത് വിട്ടുകൊടുക്കില്ല. സോണിയയ്ക്കും കുടുംബത്തിനുമെതിരെ ഒരു കേസ് വരുമ്പോൾ അത് വിട്ടുകൊടുക്കാൻ മാത്രം, അതിൽ മെല്ലെപ്പോക്ക് നടത്താൻ മാത്രം മണ്ടന്മാരല്ല BJPയുടെ രാഷ്ട്രീയ നേതൃത്വം വളരെ കൃത്യമായി കളമറിഞ്ഞ് കളിക്കുന്നവരാണ്. അവർക്ക് നല്ല ബോധ്യവുമുണ്ട്. മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ച് സോണിയ പണ്ട് ആക്ഷേപിച്ചത് മോദി ഒരു കാലത്തും മറക്കില്ല. മോദി മറന്നാലും അദ്ദേഹത്തിൻ്റെ ഭക്തർ മറക്കില്ല, അത് തീർച്ചയാണ്. ഇവിടെ സോണിയയ്ക്കും മകനും എതിരെ കിട്ടിയ അവസരം BJP നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. എന്തായാലും ED അന്വേഷണം അതിൻ്റെ എല്ലാ ചേരുവകളോടും കൂടി മുന്നോട്ട് പോയി. ED കൃത്യമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഈ കുറ്റപത്രത്തിന്മേൽ ഏപ്രിൽ 25-ന് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് കുറ്റപത്രത്തിന്മേൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള വാദം ആരംഭിക്കും. അതിനുശേഷമാണ് വിചാരണ ആരംഭിക്കുക. എന്തായാലും ഈ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ചു, 18 കോടി രൂപയുടെ ഒരു കണക്ക് കേൾക്കുന്നുണ്ട്, അതല്ലാതെ മറ്റൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കോടിക്കണക്കിന് രൂപ അമ്മയും മകനും ചേർന്ന് വെളുപ്പിച്ചു, കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആക്ഷേപമാണ്. വലിയ തോതിൽ ഇല്ലാത്ത പരസ്യങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ ഇതിന് കിട്ടി എന്നൊക്കെയാണ് കണക്കുകൾ ഉദ്ധരിക്കുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ സത്യാവസ്ഥ കണ്ടെത്തിയ ED വളരെ കൃത്യമായിട്ട് അത് ഫയൽ ചെയ്തിട്ടുണ്ട്. കുറ്റപത്രത്തിനകത്ത് അതിൻ്റെ എല്ലാം രേഖകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കനത്ത നിയമ പോരാട്ടത്തിലേക്ക് തന്നെ അത് പോകുമെന്ന് നമുക്ക് കരുതാം. കൂനിന്മേൽ കുരു എന്ന പോലെ ഈ അവസരത്തിൽ തന്നെ സോണിയയുടെ മരുമകൻ, അതായത് നമ്മുടെ വയനാട് MP പ്രിയങ്കയുടെ ഭർത്താവ് ശ്രീമാൻ റോബർട്ട് വാദ്രയും പെട്ടിരിക്കുകയാണ്. റോബർട്ട് വാദ്ര
ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ ഡി അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ ഉണ്ടായ ഒരു ഇടപാടാണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ചെറിയൊരു തുകയ്ക്ക് വാങ്ങിയ ഭൂമി വലിയ തുകയ്ക്ക് മറിച്ചു വിറ്റു എന്നാണ്. ചെറിയ തുകയ്ക്ക് വാങ്ങിയിട്ട് അത് DLF എന്ന കമ്പനിക്ക് വലിയ കോടിക്കണക്കിന് രൂപയ്ക്ക് ഇരട്ടിക്കിരട്ടിയൊന്നുമല്ല, അതിനേക്കാൾ വളരെ വലിയ തുകയ്ക്ക് മറിച്ച് വിറ്റു എന്നുള്ളതാണ് കേസ്. ആ ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്നാണ് EDയുടെ ആരോപണം. എന്തായാലും മരുമകൻ വാദ്ര വലിയ ഒരു ചതിയിലാണ് പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം പ്രിയങ്ക വയനാട് മത്സരിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹം അത് പറഞ്ഞു, ഞാനും മത്സരിക്കാൻ തയ്യാറാണ്, എനിക്കും വേണമെങ്കിൽ സീറ്റ് കിട്ടും, ഞാനിപ്പോൾ അതിന് മുതിരുന്നില്ല, പക്ഷേ സമീപഭാവിയിൽ തന്നെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഈ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും അദ്ദേഹം അത് തന്നെ പറയുന്നു, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന് പേടിച്ചിട്ടാണ് BJP ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ വന്നാൽ പിന്നെ അത് മോദിക്ക് ഒരു ഒത്ത എതിരാളിയാണ്, മോദിയെ പൂട്ടിക്കെട്ടും, അതുകൊണ്ട് ഞാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് നമ്മുടെ മരുമകൻ വാദ്രയുടെ വാദം. എന്തായാലും അമ്മയും മകനും മരുമകനും ഇനി മകളും കൂടി കേസിൽ പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അവർക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാട്, ക്രമക്കേട് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ED അവർക്കെതിരെയും നീങ്ങുമെന്ന് നമുക്കറിയാം. എന്തായാലും സോണിയയ്ക്കും മകനും മരുമകനും ഒരുമിച്ച് തിഹാർ ജയിലിൽ കിടക്കാനുള്ള യോഗമുണ്ടോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അന്വേഷിക്കുന്നത്. അവർ അതിനുവേണ്ടി ജ്യോതിഷികളെ പോലും സമീപിച്ചിട്ടുണ്ട് എന്നാണ് അണിയറയിൽ കേൾക്കുന്ന വർത്തമാനം. ഈ പറഞ്ഞതുപോലെ EDയുടെ ഈ ഏപ്രിൽ 25-ാം തീയതി ഈ കുറ്റപത്രം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള വാദം നടന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പുരോഗമിക്കും. ഈ പറയുന്നത് പോലെ സോണിയയ്ക്കും മകനും കോടതിയിൽ ഹാജരാകേണ്ടി വരും, അവർക്ക് കേസ് വിചാരണ നേരിടേണ്ടി വരും. എന്തായാലും ഈ നാഷണൽ ഹെറാൾഡ് സംബന്ധിച്ചും ഈ ഹരിയാനയിലെ ഭൂമി ഇടപാട് സംബന്ധിച്ചുമുള്ള കേസുകളുടെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.